മമ്മൂട്ടി അയച്ച മെസ്സേജ് കണ്ട് കണ്ണു നിറഞ്ഞു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മമ്മൂട്ടി അയച്ച മെസ്സേജ് കണ്ട് കണ്ണു നിറഞ്ഞു. പറയുന്നത് പൃഥ്വിരാജിന്റെ അമ്മ, പഴയകാല നടി മല്ലിക സുകുമാരൻ. സുകുമാരൻ സാറിന്റെ പ്രിയപത്നി കൂടിയായ അവരുടെ കിടിലൻ ഡയലോഗുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചാനലുകളിൽ നമ്മൾ കേട്ടത്. ഒരുപാട് മറുപടികൾ അവർ ചാനലിൽ വന്ന് മറുപടികളായി പങ്കുവച്ചിരുന്നു. നല്ല കിടിലൻ മറുപടികളും കുറുക്കിക്കൊള്ളുന്ന ഡയലോഗുകളുമായിരുന്നു അവരുടേത്. മമ്മൂട്ടി അയച്ച മെസ്സേജിനെ കുറിച്ചാണ് അവർ കഴിഞ്ഞ ദിവസം വളരെ വികാരാധീനമായി ചാനലിൽ പറയുന്നത് നമ്മൾ കേട്ടു. അവരുടെ ആ വാക്കുകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മമ്മൂട്ടി അയച്ച മെസ്സേജ് കണ്ട് കണ്ണു നിറഞ്ഞു. ലാൽ അത്ര പേടിത്തൊണ്ടനാണെന്നാണോ മേജർ രവി കരുതിയത്? മല്ലിക സുകുമാരന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. പൃഥ്വിരാജിന് സിനിമയിൽ ശത്രുക്കളുണ്ടെന്ന് നടി മല്ലിക സുകുമാരൻ. മകനെതിരെ മേജർ രവി പറഞ്ഞ വാക്കുകൾ തന്നെ വേദനിപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു മറുപടി പറയാൻ തീരുമാനിച്ചതെന്നും മല്ലിക മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് മമ്മൂട്ടി അന്ന് തന്നെ മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ട് കണ്ണു നിറഞ്ഞുവെന്നും നടി പറയുകയുണ്ടായി. മല്ലിക സുകുമാരന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു, സിനിമയിൽ ശത്രുക്കളുണ്ട്. മേജർ രവിയുടെ പോസ്റ്റ് കണ്ട് വേദനിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു കുറിപ്പ് എഴുതിയത്. പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചുവെന്നും മോഹൻലാൽ കരയുകയാണ് എന്നൊക്കെ മേജർ രവി പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എനിക്ക് അതിൽ നല്ല ദേഷ്യമുണ്ട്. അത് ഞാൻ തുറന്നു പറയുകയാണ്. ഇത് മോഹൻലാലും ആന്റണിയും പറയില്ല. ഓരോ സീനും വാചകവും വായിച്ച് കാണാപ്പാടമായിരുന്നു അതിൽ എല്ലാവർക്കും. ഇവർ എല്ലാം ഒരുമിച്ചിരുന്നാണ് എമ്പുരാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചതും. മോഹൻലാൽ പേടിത്തൊണ്ടനാണോ? അങ്ങനെയാണോ ഇവരൊക്കെ കരുതിയത്? ഒരു മാപ്പ് എഴുതി ഒരാൾക്ക് നൽകാനും പിന്നീട് അത് പ്രസിദ്ധപ്പെടുത്തും എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ കൊച്ചാക്കി പറയാനും നാണമില്ലേ മേജർ രവിക്ക്? മോഹൻലാലിന്റെ വ്യക്തിത്വത്തെ വരെ ബാധിക്കില്ലേ ഇത്? ഞാൻ മേജർ രവിയെ വിളിച്ചിരുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതിയത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഏതോ പട്ടാള ഗ്രൂപ്പിൽ വന്നപ്പോൾ പ്രതികരിച്ചു എന്നാണ് മേജർ രവി പറയുന്നത്. എന്ത് ന്യായമുണ്ട്? എന്തറിഞ്ഞിട്ടാ ഇതൊക്കെ പറയുന്നത്? ആർക്കെങ്കിലും വേണ്ടി ആണ് ഈ പറച്ചിലെങ്കിൽ അതൊക്കെ എന്തിനാണ്? ആദ്യം സിനിമ കണ്ട ശേഷം ഇദ്ദേഹം അഭിനന്ദിച്ചു. പിന്നീടാണ് വിമർശനവുമായി വന്നത്. രാജു ചില സീനുകൾ ഒളിപ്പിച്ചു ചെയ്തു എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നുണ മേജർ രവി അടക്കം പറഞ്ഞു. അതൊക്കെ എന്റെ രാജുവിന് വിഷമമായി. എന്റെ കുടുംബത്തിലുമുണ്ട് അയാളെക്കാൾ വലിയ റാങ്കിലുള്ള പട്ടാളക്കാർ. അതൊക്കെ മേജർ രവിക്കും അറിയാം. സാക്ഷാൽ സുകുമാരന്റെ സ്വഭാവമാണ് രാജുവിന്. അവനെല്ലാം കൃത്യമായി ബോധിപ്പിച്ചിട്ടേ ചെയ്യൂ എന്ന് എനിക്കറിയാം. പൃഥ്വിക്ക് നല്ല വിവരമുണ്ട്. അവന് അറിയാം പ്രതികരിക്കാൻ. ഇതുവരെ ഒരു സിനിമാ സംഘടനകളും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ലല്ലോ. മോഹൻലാലും രാജുവുമായി നിരന്തരം എപ്പോഴത്തെയും പോലെ സംസാരമുണ്ട്. രാജുവിന് നേരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ലാലു വിഷമിച്ചിരിക്കുകയാകും. പിന്നെ കൂട്ടുകാർ എന്ന് പറയുന്ന ചിലർ മോഹൻലാലിനെ വിളിച്ച് ഓരോന്നും പറഞ്ഞു കൊടുക്കുകയല്ലേ. മോഹൻലാലിൽ നിന്നും എന്താണ് മേജർ രവിക്ക് ലഭിക്കുക എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ലാഭേച്ഛ കാണും. അല്ലെങ്കിൽ സിനിമ കണ്ട ശേഷം ചേച്ചി എനിക്ക് അമ്മയാണ്, ഇത് ചരിത്രമാകേണ്ടുന്ന സിനിമയാണെന്നെല്ലാം പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച ആളുകൾ അടുത്ത ദിവസം മോഹൻലാലിനെ പൃഥ്വിരാജ് പറ്റിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നതൊക്കെ എത്ര മോശമാണ്. അതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിലും മോശമാണ്. എന്തിനാണ് ഇവരൊക്കെ ദൈവകോപം വാങ്ങി വെക്കുന്നത്? ഇവരൊക്കെയാണോ രാജ്യം കാക്കുന്നവർ? എന്തിനാണ് ഇവരൊക്കെ ദൈവകോപം വാങ്ങി വെക്കുന്നത്? മുരളി ഗോപിക്കുള്ള വിഷമം ഇവർ എല്ലാവരെയും പറ്റിച്ചു എന്ന് പറയുന്നതിൽ മാത്രമാണ്. ഞാൻ മോഹൻലാലിനെയും ആന്റണിയെയും വിളിച്ചിരുന്നു, ഫോണിൽ കിട്ടിയില്ല. അപ്പോഴാണ് മേജർ രവിയെ വിളിച്ചത്. എന്റെ ഫോണിൽ വരുന്ന മെസ്സേജുകളും കോളുകളും നിറയുകയാണ്. മമ്മൂട്ടിയുടെ മെസ്സേജ് വന്നിരുന്നു. അദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല. ഒരു 3 മാസത്തേക്ക് ചെറിയൊരു അസുഖമുണ്ടെന്ന് മാത്രം. അദ്ദേഹം കുടുംബത്തോടൊപ്പം ചെന്നൈയിൽ വിശ്രമിക്കുകയാണ്. ഇന്ന് പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ തലേന്ന് പോലും മമ്മൂട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ഇതൊക്കെ വിട്ടുകളയു ചേച്ചി എന്ന അർത്ഥത്തിൽ. മമ്മൂട്ടി ചില ഇമോജികൾ ചേർത്ത് മെസ്സേജ് അയച്ചു. എന്റെ പോസ്റ്റ് കണ്ടു എന്നും മമ്മൂട്ടി പറഞ്ഞു. ഈ സിനിമാ ലോകത്ത് ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അത് തോന്നിയല്ലോ. ഈ ഒരു സമയത്ത് സുകുമാരൻ ചേട്ടന്റെ കുടുംബത്തിന് വിഷമമാകുമെന്ന് മമ്മൂട്ടിക്ക് തോന്നിയല്ലോ. അതാണ് അദ്ദേഹത്തിന്റെ നന്മ. മമ്മൂട്ടിക്ക് സർവ്വ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.
ഈ സിനിമ റിലീസിന് ഒരുങ്ങുമ്പോൾ അത് തടയാൻ ഒരു സമരം കൊണ്ടുവരാൻ നോക്കിയില്ല ചിലർ. അതൊക്കെ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ്? ഈ സിനിമ ഇറങ്ങിയാൽ ഗംഭീരമായ പേര് രാജുവിന് വരുമെന്ന് കരുതിയിരുന്ന ആരൊക്കെയോ ആണ് ഈ പ്രശ്നമുണ്ടാക്കിയത്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ നിന്ന് ഒന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ദേശീയ അവാർഡിന്റെ പട്ടികയിൽ രാജുവിന് പേരുണ്ടല്ലോ എന്നൊക്കെ ഒരാൾ പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ അതിയായി സന്തോഷിക്കാൻ പറ്റുമോ? ഇതൊക്കെ അതിന്റെ വഴിയെ നടക്കും. ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്നോടൊപ്പം ഉണ്ടാകും എന്ന് എനിക്കറിയാം. വലിയ നേതാക്കൾ ഞങ്ങൾക്ക് എതിരെ എന്തൊക്കെയോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഞങ്ങൾക്കൊരു പേടിയുമില്ല. പൃഥ്വി ഹിന്ദുക്കൾക്കെതിരെയാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പൃഥ്വി എന്താ ഹിന്ദുവല്ലേ? പൃഥ്വിയെ RSS എന്താണെന്ന് പഠിപ്പിച്ചത് ഈ കാണുന്ന ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേരല്ല. RSS എന്താണെന്ന് എന്റെ മക്കളെ പഠിപ്പിച്ചത് KG മാരാർ സാറും PP മുകുന്ദൻ സാറും ഒക്കെയാണ്. അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ RSS ആവാൻ വേണ്ടി പഠിപ്പിച്ചതുമല്ല. RSS ആകുക എന്ന് പറഞ്ഞ് നള്ളത്തും പൂജപ്പുരയിലെ ശാഖയിലുമൊക്കെ ഞാൻ വിട്ടിട്ടില്ല. അവിടെ പോയാൽ RSS ആകുക എന്ന് പറഞ്ഞ് നള്ളത്തും പൂജപ്പുരയിലെ ശാഖയിലുമൊക്കെ ഞാൻ വിട്ടിട്ടില്ല. അവിടെ പോയാൽ വ്യായാമമൊക്കെ ചെയ്യുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നതുമൊക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞു പിള്ളേരാ. അന്ന് പോയിട്ടുമുണ്ട്. അന്ന് തൊട്ട് RSSലെ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾക്കറിയാം. അവരുടെ ഭാഷയ്ക്കും പെരുമാറ്റത്തിനും സഭ്യതയുണ്ട്. RSS എന്താണെന്ന് എന്നെയും എന്റെ മക്കളെയും ആരും പഠിപ്പിക്കേണ്ട. പിണറായിയും നായനാരും കരുണാകരനുമൊക്കെ ബഹുമാനം ലഭിക്കുന്നത് അവർ ജനങ്ങൾക്ക് നന്മ ചെയ്തത് എന്നതുകൊണ്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. എന്തായാലും മല്ലിക സുകുമാരന്റെ വാക്കുകൾ ശരിക്കും കുറുക്കിക്കൊള്ളേണ്ടത് തന്നെയാണ്. മേജർ രവിക്ക് പറഞ്ഞത് അപ്രകാരമാണ്. എവിടെയെങ്കിലും കിട്ടുന്ന കാര്യങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ വലിച്ചുവാരി ഒരു നുണപ്പോസ്റ്റ് ഉണ്ടാക്കുക. ഒരു പട്ടാളക്കാരനായിരുന്ന വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത നീക്കുപോക്കുകളായിരുന്നു അതെല്ലാം. അതുകൊണ്ട് തന്നെ മല്ലിക സുകുമാരൻ എന്ന തന്റെ അടമുള്ള സ്ത്രീക്ക് 2 മക്കളെയും അച്ഛന്റെ മരണശേഷം ഒരു നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവരെ ഒരു ലെവലിലാക്കി വളർത്തി വലുതാക്കിയ അമ്മ എന്ന ആ സ്ത്രീക്ക് മനോഹരമായിട്ട് തന്നെ പ്രതികരിക്കാൻ അറിയുമെന്ന് ഇപ്പോൾ തെളിഞ്ഞു. വേറെ ആരുടെയും സപ്പോർട്ടില്ലെങ്കിലും പൃഥ്വിരാജിന് തന്റേടിയായ സിംഹിണിയായ അമ്മയുടെ വലിയ സ്നേഹവും വാത്സല്യവും ഒപ്പം ചേർത്ത് നിർത്തലുമുണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യാതൊരുവിധ ഭയവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു രാജ്യദ്രോഹിയുമല്ല എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. ഹിഡൻ അജൻഡാസ് ഉള്ള ചില സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന കമന്റുകൾ എന്തുമാത്രം വേദനാജനകമാണെന്ന് സാധാരണക്കാർക്ക് പോലും അറിയാം. എങ്കിലും അവർ വിടുന്ന മട്ടില്ല. മാപ്പും ഖേദവും രേഖപ്പെടുത്തിയിട്ട് പോലും എമ്പുരാന് പുറകെയാണ് അവരെല്ലാം. ഏതായാലും എമ്പുരാൻ വലിയ വിജയചിത്രമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. 205 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കൊണ്ട് ഇന്നേ ദിവസം ഒരുപക്ഷെ 210ഓളം കോടി ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതായാലും വലിയൊരു വിജയത്തിലേക്കാണ് ഈ സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണം. നാളേക്ക് ഒരാഴ്ച പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ നേട്ടം എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ സാധിക്കുമോ? ഈ ഒരു വീഡിയോ കുറിച്ചും ഒപ്പം തന്നെ ഈ സിനിമയുടെ വരാനിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മുടെ മമ്മൂക്കയെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.